വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വസ്ന സുബൈർ. ഇന്ന് ഞാൻ ഇഫ്താറിനൊക്കെ നമുക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ത്രെഡ് ചിക്കന്. അപ്പോൾ ഈ ഒരു ത്രെഡ് ചിക്കൻ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേഷൻ ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല, 1/4 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എരിവുള്ളതുകൊണ്ടാണ് ഞാൻ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. എരിവില്ലാത്തതാണെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂണോളം വെളുത്തുള്ളി ചതച്ചതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ സോയാ സോസും 1/2 ടീസ്പൂണോളം ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ സോയാ സോസിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിനേക്ക് എടുക്കുന്ന ചിക്കന് കുറച്ച് നീളത്തിലുള്ള പീസാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കറി വെക്കാൻ വാങ്ങിയതെന്ന് എടുത്തതാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ച് നീളത്തിലുള്ള പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഒരു കോഴിമുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതിലേക്കുള്ള ചിക്കൻ എടുക്കുന്ന സമയത്ത് കുറച്ച് നീളത്തിലുള്ള പീസസ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് കനം കുറച്ചിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ആ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടണമല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് കനം കുറച്ചിട്ട് വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാ ഈ ചിക്കനൊക്കെ ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിക്കൻ നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. ഏറ്റവും കുറഞ്ഞതൊരു 15 മിനിറ്റെങ്കിലും നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ. എന്നാലാണ് ആ ഒരു ചിക്കനിൽ ഈ മസാലകളൊക്കെ ഒന്ന് പിടിക്കുകയുള്ളൂ. ഇനി ആ ഒരു സമയം കൊണ്ട് നമുക്കതിലേക്കുള്ള ഈ ഒരു സമൂസ ഷീറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ത്രെഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കനും പിന്നെ ഈ ഒരു സമൂസ ഷീറ്റുമാണ് കേട്ടോ ആവശ്യമുള്ളത്. അപ്പോൾ ഈ സമൂസ ഷീറ്റ് നമ്മൾ നല്ലോണം കനം കുറച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു കത്രികയോ വെച്ചിട്ട് നിങ്ങൾക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം കൈ വെച്ചിട്ട് ആ ഒട്ടി പിടിച്ചിട്ടുള്ള ആ ഒരു ലീഫൊക്കെ ഒന്ന് വിടിവിച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന്. അങ്ങനെ ഇപ്പോൾ ഇതാ ഈ ഒരു സമൂസ ഷീറ്റ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിത് മാരിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഒരു അരമണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ചിക്കൻ പീസ് ഓരോന്നും എടുത്തിട്ട് നമ്മൾ ഈ ഒരു സമൂസ ഷീറ്റിൻ്റെ ആ ഒരു മുകളിൽ വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള ഒരു ചിക്കന് ചെറിയ ചെറിയ പീസസ്സാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നീളത്തിലുള്ളത് എടുക്കുകയാണെങ്കിൽ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കാണാനും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പക്ഷേ ടേസ്റ്റ് രണ്ടും ഒരേപോലെ തന്നെയാണ്. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ ഇതാ ഓരോ പീസസും വെച്ച് കൊടുത്തിട്ട് സമൂസ ഷീറ്റിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഞാനിവിടെ ചെറിയ ചെറിയ പീസസ് ആയതുകൊണ്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുറച്ച് വെച്ച് കൊടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ലോണം ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷേ നീളത്തിലുള്ളതാണെങ്കിൽ നമുക്ക് അങ്ങനെ പ്രസ് ചെയ്തെടുക്കേണ്ടി വരില്ല കേട്ടോ. ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒന്ന് പിടിച്ചാൽ മാത്രം മതി. ഇപ്പോൾ ഇത് ചെറിയ ചെറിയ പീസസ് ആയതുകൊണ്ട് എനിക്കൊന്ന് കയ്യിൽ വെച്ചിട്ട് ഫോൾഡ് നല്ലോണം പ്രസ് ചെയ്യേണ്ട ഒരു ഇത് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ പ്രസ് ചെയ്താലുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു സമൂസ ഷീറ്റ് ഒന്ന് കുതിർന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ സമൂസ ഷീറ്റൊക്കെ ഒന്ന് പൊടിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അധികം പ്രസ് ചെയ്യേണ്ട. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഫോൾഡ് ചെയ്ത് ആ ഒരു സമൂസ ഷീറ്റ് ചിക്കനിലൊന്ന് പിടിച്ച് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ എല്ലാ ചിക്കനും ആ ഒരു സമൂസ ഷീറ്റിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓയിലൊന്ന് ചുടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ഓയിലിലേക്ക് ഈ ഒരു ത്രെഡ് ചിക്കന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇത് സമൂസ ഷീറ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുമല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ചിക്കൻ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് താമസിക്കും. അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ത്രെഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം സമൂസ ഷീറ്റ് തന്നെ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഈ ഒരു ചിക്കനിൽ ഇതിനൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണ്ടേ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ തന്നെ ആവശ്യമുണ്ട്. ഇപ്പം നമുക്ക് നോമ്പൊക്കെ അല്ലേ. ഈ ഒരു സമയത്ത് എന്തായാലും നമ്മൾ സ്നാക്സ് ഉണ്ടാക്കാതെ ഇരിക്കില്ല അല്ലേ. അപ്പോൾ നമ്മൾ ചിക്കൻ റോള്, കട്ട്ലേറ്റ്, ഉന്നക്കായ അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇടയ്ക്കൊക്കെ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.
അടിപൊളി ടേസ്റ്റാണ്. ഒരു KFC ചിക്കനൊക്കെ കഴിക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ നമുക്കിത്. അപ്പോൾ പിന്നെ നമുക്ക് സംശയമില്ലല്ലോ, കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണിത്. ഈ ഒരു ത്രെഡ് ചിക്കന് ടൊമാറ്റോ സോസിലോ അല്ലെങ്കിൽ ഗ്രീൻ ചട്നിയിലൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് എന്തായാലും സമൂസ ഷീറ്റൊക്കെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് ചിക്കൻ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സ് തന്നെയാണല്ലേ ഇത്. ചിക്കൻ ഒരു അരമണിക്കൂറോളം നമ്മളൊന്ന് മാരിനേഷൻ ചെയ്ത് വെക്കണം എന്നുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമല്ലോ. ഇനിയിപ്പോൾ ചിക്കൻ നീളത്തിലുള്ള പീസസ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ നമുക്ക് നീളത്തിലുള്ള ചിക്കൻ പീസസ് ആണെങ്കിൽ കുറച്ചും കൂടി കാണാനൊരു ഭംഗിയായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിക്കൻ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതൊന്ന് കനം കുറച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ഇഫ്താർ സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങളിത് ഉണ്ടാക്കും കേട്ടോ. അത്രയും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ.